ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. ചൈന വ്ളോഗിൻ്റെ ഡേ 8 എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ്, ഇപ്പോൾ സമയം ഇവിടെ 7:30 ആയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ഈ ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങളെ നോക്കി എന്ത് ഭംഗിയുണ്ടല്ലേ. ഇപ്പോൾ ഈ പുതിയൊരു ഹോട്ടലിലേക്ക് നമ്മൾ മാറി. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ എവിടെയാണ് പോകുന്നത് എന്നറിയാനായിട്ട് നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും. അത് ഒരു സർപ്രൈസ് ആണ് കേട്ടോ. എങ്ങനെയുണ്ടോ ഫുഡ്? ഡെലിഷ്യസ്, സൂപ്പർ. ഇന്നത്തെ ഫുഡ് കുഴപ്പമില്ലല്ലേ? രസമുണ്ട്, നല്ല ടേസ്റ്റ്. ഫുഡ് ഇവിടെ നല്ല. എങ്ങനെയുണ്ടമ്മ ഫുഡ്? ഫുഡ് ഇപ്പോൾ പുതിയ ഹോട്ടലിലേക്ക് മാറി. ഇവിടെ നമുക്ക് നല്ല ഫുഡ് കിട്ടും. നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ ഇവിടെ ചൈനീസ് നൂഡിൽസ് ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ് കേട്ടോ. 10-30-40 വിഭവമുണ്ട് ഇവിടെ. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, അതായത് ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ചൈനയിലെ ഗ്രേറ്റ് വാൾ കാണാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ അടുത്തെവിടെയോ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബസ് കിടക്കുന്നുണ്ടോ, ഇതുപോലുള്ള ബസ്സുകൾ. എന്ത് ബസ് എന്നാണ് അതിന് പറയുന്നത്? അറിയില്ല, എന്തോ ഒരു ബസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബസ്സിന് നമ്മൾ പിന്നെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ അടുത്തേക്ക് പോകാൻ പോവാണ്. അപ്പം നമ്മുടെ കാറ് ഇവിടെ പാർക്ക് ചെയ്തു. ഇനി നമ്മളെല്ലാവരും കൂടെ നമ്മൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കാണാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ വരും ചേട്ടാ. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, അതായത് ലോകത്തിലെ മഹാത്ഭുതം കാണാനായിട്ട് റെഡിയാണോ? യെസ്. എന്താണ് പറയാനുള്ളത്? എക്സൈറ്റഡ്. വലിച്ച എന്താ പറയാനുള്ള? വളരെ കൗതുകത്തോടെ നിൽക്കുകയാണ്. എന്താണ് ഗ്രേറ്റ് വാൾ എന്നറിയാനായിട്ട്. ഓക്കേ, ലെറ്റ്സ് ഗോ. നമ്മൾ കയറി നടക്കുവാണ്. നല്ല തണുപ്പാണ് കേട്ടോ. ഭയങ്കര തണുപ്പില്ല, ഇളം തണുപ്പാണ് കാലാവസ്ഥ. നമ്മൾ ഗോംചൂര് നല്ല ചൂടായിരുന്നു, പക്ഷെ ഇവിടെ ഇളം തണുപ്പ്. നല്ലൊരു കാലാവസ്ഥ അല്ലേ ചേട്ടാ? സൂപ്പർ. അയ്യോ, ശബരിമലയിലെ കയറ്റം കയറുന്ന പോലെ കുത്തന് കയറ്റം കയറി വന്ന് നമ്മൾ ഒരു പരുവായിട്ടോ. ഇത് സ്ട്രോബെറി ഉണ്ട്, അതുപോലെ ഇതെന്ത് ഫ്രൂട്ടാണെന്ന് അറിയത്തില്ല. അതേ മുന്തിരി ഉണ്ട്, പിന്നെ അത് ഏത് ഫ്രൂട്ടാണെന്നൊരു പിടിയില്ല. അങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വഴിയോര കച്ചവടം, ഒരുപാട് കടകൾ ഇവിടെ നമ്മൾ കണ്ടു. കുറേ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഈ സാധനമൊക്കെ എന്താണെന്നൊരു പിടിയില്ല കേട്ടോ. നമ്മൾ ചൈനയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഞാൻ ഭയങ്കര കൗതുകത്തോടെ ഓരോന്നും ഇങ്ങനെ നോക്കി വരികയാണ്. ഈ പോകുന്ന പിന്നെ റോഡിൻ്റെ ഒരു സൈഡിൽ മൊത്തം കടകളാണിത്. അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത് കാണാം. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങ് കാണുന്നില്ല. അതാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഇത് അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവരും നിന്ന് വായിക്കുന്നുണ്ട്. ഗ്രേറ്റ് വാൾ മീറ്റ്സ് വേൾഡ് ബ്ലൂംസ് എന്നുള്ളതാണ് എഴുതിയേക്കുന്നത് കേട്ടോ. വളരെ ഭംഗിയായിട്ട് അവിടെ എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, നല്ല രസമുണ്ട്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ചൈന എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ നമുക്കിവിടെ കാണാം. നമ്മളിങ്ങനെ കയറ്റം കയറി ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ റോഡിൻ്റെ സൈഡിൽ കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ. നമ്മൾ ചൈനയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ കണ്ടിട്ട് ഈ മഞ്ഞയും വയലറ്റും ഒക്കെ ഭംഗിയുള്ള പൂക്കൾ എന്ത് രസമുണ്ട് കാണാനല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ നിന്ന് കുറേ നേരം ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ചുറ്റും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരുപാട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ കേബിൾ കാറിലാണ് ചൈനയുടെ വൻമതിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ കുറേ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ. ഇത് ചൈനയുടെ ഒരു സ്പെഷ്യൽ ലൈറ്റാണ്. ഈ ലൈറ്റ് ഞങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഡെക്കറേഷൻ പർപ്പസിനായിട്ട്. ഇത് എൻ്റെ പിറകിൽ കാണുന്ന ആ സ്ഥലം കണ്ടോ, അവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ടൂർ ഗൈഡ് നമുക്കുള്ള ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ. അതിനിപ്പുറത്തുള്ള സ്ഥലത്തു കൂടെയാണ് ഇത് ആളുകൾ കയറി പോകുന്ന കാണുന്നില്ലേ, അതിലേക്കൂടെയാണ് കേബിൾ കാറിൽ കയറാനായിട്ട് പോകുന്നത്. നമ്മൾ പിന്നെ സിംഗപ്പൂർ പോയ സമയത്ത് കേബിൾ കാറിൽ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇവിടുത്തെ കേബിൾ കാർ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കേബിൾ കാറാണ്. അതിലാണ് നമ്മൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിലേക്ക് പോകുന്നത്. ഭയങ്കര ക്യൂ ആണ്. ക്യൂവിലിങ്ങനെ നിൽക്കും. പൊറോട്ട കാണിച്ചു കൊടുത്തേടാ. പൊറോട്ട നല്ല ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് ഇതിലേക്ക് കയറാനായിട്ട്. കേബിൾ കാർ അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. വലിച്ച എന്താ പറയാനുള്ളത്? സൂപ്പർ എക്സ്പീരിയൻസ്. സൂപ്പർ. ബാക്കിൽ നമ്മൾ അമരു ഉണ്ടോ?
ഓ ബാക്കിൽ നമ്മൾ അമല് വരുന്നുണ്ട്. നമ്മൾ അമലിതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എക്സ്പീരിയൻസ് തന്നെ കേട്ടോ, നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്, ചെറിയൊരു തണുപ്പും കൂടെ ഉണ്ട്. അടിപൊളി ഒരു ഫീല് തന്നെ കേട്ടോ. വാവ് വാവ്, എന്താ നമ്മൾ എൻ്റെ എത്താറായി. സൂപ്പർ എക്സ്പീരിയൻസ് തന്നെ. ഞങ്ങൾ ഇതിന് പുറകിലുള്ള കേബിൾ കാറിലാണ് വന്നത് കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ചൈനയുടെ വൻമതിൽ കേട്ടോ. കേബിൾ കാറിൽ വന്ന് ഇറങ്ങിയിട്ട് മുകളിലേക്ക് പോവാണ്. ഇതാണ് കയറി പോകുന്ന വഴി. അയ്യോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിൽ എന്തൊക്കെയോ കടകളൊക്കെ ഉണ്ട്. അവിടെ എന്തൊക്കെയാണ് വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചൈനീസ് തൊപ്പി വിൽക്കുന്നൊരു കടയാണ് അത് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇങ്ങോട്ടൊന്ന് കാണിച്ചു തന്നെ. ചിങ് ചിങ് ചിങ്. ഓക്കെ, പിന്നെ ഇവിടെ പാണ്ടാക്കി ഇരിപ്പുണ്ട്. പിന്നെ ചൈനീസ് ഇന്ത്യ. അത് കണ്ട, അതാണ് നമ്മൾ പുസ്തകങ്ങളിൽ കണ്ടിട്ടുള്ളത്, പഠിച്ചിട്ടുള്ള ഗ്രേറ്റ് വാൾ ഓഫ്. ഓക്കെ, അപ്പം നമ്മൾ ചൈനയുടെ ഗ്രേറ്റ് വാളിലേക്ക് ആദ്യ പാദം വെക്കാൻ പോവാണ്. ഓക്കെ. ആദ്യം പഠിച്ചോട്ടി കഴിഞ്ഞു. നമ്മളിങ്ങനെ ആ സ്റ്റെപ്പ് കയറി വരുമ്പോൾ അങ്ങോട്ടേക്കും വഴിയുണ്ട്, ഇങ്ങനെ ഇങ്ങോട്ടേക്കും വഴിയുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ നിന്നുള്ള സീൻ കാണിച്ചു കൊടുത്തേ മോനെ. കേട്ടോ, അപ്പോൾ പണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ചൈനയിലെ ഗ്രേറ്റ് വാൾ എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ഒത്തിരി ദൂരത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. നടക്കാനാണ് ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ നിന്നാണ് ഈ സെക്ടറിലുള്ള വാള് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഏകദേശം 10,000 കിലോമീറ്റർ നീളമാണ് ഈ ചൈനയുടെ ഗ്രേറ്റ് വാളിന് ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ ടൂർ ഗൈഡ് നമുക്ക് പറഞ്ഞത്. ഇതിന്റെ മെറ്റീരിയൽ എന്താണെന്ന് അറിയില്ലല്ലേ? ചുണ്ണാമ്പും ശർക്കരയും ആണോ? ആ, അത് സുർക്ക. ഇതൊന്നും അല്ല നമ്മുടെ. അന്ന് സുർക്കയിലുള്ളൂ. പക്ഷെ ഭയങ്കര സ്ട്രോങ് അല്ലേ? ഇപ്പൊ കയറി ഇങ്ങനെ വരുമ്പോ അകത്തോട്ട് കയറുന്ന പോലെ അമ്മേ നമ്മള് കയറി വരുമ്പോ കാണുന്ന കാഴ്ച ഒരു ഗുഹ പോലെ. അങ്ങോട്ട് കാണിച്ചു കൊടുത്ത പോലെ ഇവിടെ നിന്ന് ഒരു ജനല പോലെയാണ്. ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. പിന്നെ എന്താ, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇവിടെ ഈ വിൻഡോയിലൂടെ കാണുന്ന കാഴ്ച ഒന്ന് കാണിച്ചു കൊടുത്ത്. ഇവിടെ നിന്ന് കാണുമ്പോൾ ആ പൊക്കത്തിലൂടെ കയറി അങ്ങ് ലാസ്റ്റ് കാണുന്നുണ്ടോ ഒരു കുന്നു പോലത്തെ ഒരു അവിടെയാണ് ലാസ്റ്റ് വീക്കിൽ ഏകദേശം 1 hour എടുക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കയറി വെളിച്ചെല്ലാറേ പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ ജനലാണ്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പാണ്. എങ്ങനെയുണ്ട്? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതിനകത്തോട്ട് കയറാം. കുതിരയാണല്ലോ. അടിപൊളി. നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ ദേ ഒരു ഫാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഭയങ്കര കാറ്റാണ്, നല്ല സുഖമാണ്. ഈ ചൂടത്ത് അത് ഇങ്ങനെ അടിക്കുമ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന 10,000 കിലോമീറ്റർ നടക്കേണ്ടി വരും. അയ്യോ, പക്ഷെ നമ്മൾ കുറച്ച് പേര് നടക്കുന്നോളൂ. അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരുപാട് ഫോറിനേഴ്സ് അവിടെ ഉണ്ട്. ഞാൻ ശരിക്കും ഇത്രയും ഫോറിനേഴ്സിനെ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ചൈനയിൽ ഇത്രയും ദിവസം നിന്നിട്ടപ്പോഴത്തേക്ക് ഇത്രയും ഫോറിനേഴ്സിനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കാണുന്നത്. യൂഷ്വലി എപ്പോഴും ഫോറിനേഴ്സ് വളരെ കുറവായിരിക്കും, കൂടുതൽ ലോക്കൽസ് ആയിരിക്കും. പക്ഷേ ഇന്ന് ഒരുപാട് ഫോറിനേഴ്സിനെ കണ്ടു. വാവ്, ഒരു ഗുഹയുണ്ട്.
ഇവിടെ നല്ല തണുപ്പാണ്. അടിപൊളി ഒരു ഗുഹയാണ്. വാവ്. ഹായ് മോം. നല്ല തണുപ്പല്ലേ, നല്ല രസമുണ്ടല്ലേ, സൂപ്പർ. നിർമ്മിച്ചിരിക്കും എത്രയും വർഷം മുമ്പുള്ള നിർമ്മാണമാണ്. ഇത് തണുക്കുന്നതിന് കാരണം എന്തുവാ ചേച്ചാ? പാറയോ? അല്ലേ, പാറയിൽ കവേടാണ്. അപ്പോഴത്തേക്ക് നല്ല റൂമിനകത്ത് എപ്പോഴും നല്ല തണുപ്പാണ്. ഭയങ്കര തണുപ്പല്ലേ. അപ്പൊ നമ്മള് വാൾ ഓഫ് ചൈനയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല വെയിലാണ്. നല്ല ഫീൽ. അതിനകത്ത് തന്നെ നിൽക്കണം തോന്നും. നമ്മൾ AC പുറത്തേക്ക്. അപ്പൊ നമുക്ക് ഇനി പുറത്ത് പോയിട്ട് എല്ലാ ജ്യൂസും എല്ലാം കുടിക്കാം. ക്ഷീണമുണ്ട്. അങ്ങനെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. താഴോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണാം കടകളൊക്കെ ഉണ്ട്. താഴെ ഉണ്ടോ ഒരു സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. അപ്പൊ നമുക്കിനി താഴോട്ട് ഇറങ്ങി വെള്ളം കുടിക്കാം. എക്സ്പീരിയൻസ് ആയിരുന്നു ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. സൂപ്പർ. നല്ല മണോ അല്ലേ? വാവ്. ടോയ്സ്, ചൈനീസ് ടോയ്സ്. ഡ്രാഗൺ. ഇവിടെ ഡ്രാഗൺ ആണല്ലോ ഇവിടെ. അതെ. ഇതൊക്കെ എന്താണ്? ലാഫിംഗ് ബുദ്ധ. ഒരുപാട് നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്നത്. ഇത് കണ്ടോ, ഈ ക്യാറ്റ്, ഇത് ഭാഗ്യത്തെ വിളിച്ചു വരുത്തുന്നത്. ഇതിന്റെ കൈ ഇങ്ങനെ അടിക്കൊണ്ടിരിക്കില്ലേ, ഗുഡ് ലക്ക് പ്ലീസ് കം, ഗുഡ് ലക്ക് പ്ലീസ് കം എന്ന് പറയുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം. ഹായ് മക്കളെ, നമ്മളിപ്പോൾ സമ്മർ പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബോട്ടിങ്ങോ ക്രൂസോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് ഇവിടെ രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് നമ്മൾ ടാക്സി എടുത്തേക്കുന്നത്. 6 മണി കഴിഞ്ഞാൽ ഓരോ 1 ഹവറിന് നമ്മൾ 100 യുവാൻ വെച്ച് എക്സ്ട്രാ RMB എന്നും പറയും. RMB എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഏകദേശം എത്ര മണിയായിടാ? ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയായി, 5:10 ആയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇന്നും കൂടെയാണ് നമ്മുടെ കറക്കമുള്ളത്. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കും. അതെ. വാവ്, നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ്. വാവ്. ചൈനീസ് രാജാക്കന്മാരുടെ സമ്മർ പാലസ് ആണ് ഇവിടെ എന്നുള്ളതാണ് ടൂർ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നത്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ആ സ്ഥലത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പുള്ളി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരുന്നു. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. നമ്മളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡ്രൈവർ കം ഗൈഡിനെയാണ് സെലക്ട് ചെയ്തത്. കാര്യം ഇവിടെ മിക്കവർക്കും മാക്സിമം പേർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, ഒരു വേർഡ് പോലും അറിയത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഇദ്ദേഹം നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ച് അവിടുത്തെ ഓരോ പ്രത്യേകതകൾ നമുക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാശ്മീരിലെ ദാൽ തടാകത്തിലെ ബോട്ട് കണ്ടിട്ടില്ലേ, അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ബോട്ട്, വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണിത് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു വൈബ് ഉണ്ടായിരുന്നു ഇവിടെ. ഒരുപാട് ആളുകൾ ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ കറങ്ങി കാണുകയാണ്. ശരിക്കും ചൈനയിലെ നമ്മുടെ ലാസ്റ്റ് കറക്കമാണ് ഇന്നത്തെ ദിവസം. നമ്മൾ ഇന്നലെ ഫോർബിഡൻ സിറ്റി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സമ്മർ പാലസിൽ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ രാജാക്കന്മാർ സമ്മറിൻ്റെ സമയം അല്ല, ഏത് മാസത്തിലെ, ഈ ജൂൺ ജൂലൈ മാസത്തിലല്ലേ, ഇവിടെ വന്നിട്ട് കാണുന്നുണ്ടോ, ആ കാണുന്നതാണ് അവരുടെ പാലസ്. അവർ ചിലപ്പോൾ 3 മാസം 6 മാസം വരെയൊക്കെ ഇവിടെ താമസിക്കാറുണ്ട്. ഇവിടുത്തെ ഒരു പിന്നെ കാലാവസ്ഥ കൊണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരുപാട് പേര് ബോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. നോക്കി ഒരുപാട് മരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ കാലാവസ്ഥ. അതല്ല കേട്ടോ രാജാക്കന്മാർ, അവർ കങ്കൂബായിമാരുമായിട്ടും പിന്നെ രാജാവിന് ഒരു ഭാര്യ ഉണ്ടാവും, അതാണ് എംബറിൻ്റെ വൈഫ് എംപ്രസ്. പിന്നെ കുറേ കങ്കൂബായിമാരുണ്ട്. കങ്കൂബായി എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ഭാര്യ കൂടാതുള്ള ബാക്കിയുള്ള ഭാര്യമാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ ടീമായിട്ട് ഇവിടെ വന്ന് താമസിക്കും എന്നുള്ളതാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളിപ്പോൾ സമ്മർ പാലസിലെ ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിലേക്കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പിന്നെ മരങ്ങളൊക്കെ ഉണ്ട്. മരങ്ങളുള്ളത് കൊണ്ട് തന്നെ നല്ല തണുപ്പ് കിട്ടും കേട്ടോ. ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഓരോരുത്തർ ഓരോ സെൽഫി സ്റ്റിക്കൊക്കെ ആയിട്ടാണ് കറങ്ങാൻ വരുന്നത്. അപ്പോൾ ആ സ്റ്റിക്ക് അവിടെ വെച്ചിട്ട് അവർ സെൽഫി എടുക്കുന്നു,
ഓ മുകളിലേക്ക് ദേ നോക്കാം, ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടേക്ക് മുകളിൽ കയറുന്നുണ്ടോ, പാറയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കയറാം. സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അങ്ങോട്ട് കയറി പോകാനായിട്ട്. യെസ്, അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറാം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാം. അവിടെ എന്തോ ഒരു പാലസ് പോലെ ഉണ്ട്. അപ്പോൾ പണ്ട് രാജാവിന് ലക്ഷറി ലൈഫായിരുന്നു അല്ലേ. വൈഫ്, അതായത് രാജാവിൻ്റെ വൈഫ് എംപ്രസ്, കങ്കുബായിമാർ, പിന്നെ അതുപോലെ അവരുടെ മക്കളുമൊക്കെ ആയിട്ട് രാജാവിങ്ങനെ എന്താ പറയുക ലക്ഷറി ലൈഫ് ലീഡ് ചെയ്തിരുന്ന ഒരു അല്ലേ സ്ഥലമാണിത്. പഴയ ഒരു കാലം അല്ലേ, എന്ത് രസമായിരുന്നു. സമ്മർ പാലസ്. വളരെ മനോഹരമായ സ്ഥലം. അതായത് ബീജിങ്ങിൽ ഈ ഒരു തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. സമ്മർ പാലസായിട്ട് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത് നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കാര്യം അത്ര തണുപ്പാണ് ഈ ലൊക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ നമുക്ക് നാട്ടിൽ ഞാൻ പറയില്ലേ കൊല്ലത്ത് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിന് സമീപമുള്ള ആ ലേക്കൊക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. സർക്കാർ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ. ഇവിടെ എന്തുമാത്രം ടൂറിസ്റ്റാണ് വരുന്നറിയോ വിദേശത്ത് നിന്നുള്ളത്. ഇവിടെ ചൈനീസ് ടൂറിസ്റ്റ് കുറവാണ്, പുറത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാണുമ്പോൾ പാലസ് കാണാം ഇവിടെ നിന്ന് കേട്ടോ. മാത്രമല്ല ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എല്ലാ താഴെ വീഴുമ്പോഴത്തേക്ക് ഓടി വന്ന് അതിനെ എടുത്തു നോക്കണം. ഏതൊരു പബ്ലിക് പ്ലേസിൽ പോയി കഴിഞ്ഞാലും വൃത്തിയാണ് ഇവരുടെ മെയിൻ. ഇതേ നമ്മുടെ ഹൗസ് ബോട്ട് പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതിനകത്ത് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ തടി കൊണ്ടാണ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. നമ്മൾ സമ്മർ പാലസിൽ നിന്ന് ഇനി നേരെ ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. ഹോട്ടൽ റൂമിൽ ചെന്നിട്ട് നമുക്ക് നാളെ വെളുപ്പിനെ അവിടെ നിന്ന് ഇറങ്ങണം. നാളെ നമ്മൾ രാത്രി 12 മണിയോടുകൂടി ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തും. അപ്പോൾ നമ്മുടെ ചൈനീസ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ വ്ളോഗും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.